ഹലോ ഓൾ വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മുടെ എസ് ക്യു എല്ലിൻ്റെ DDL അതായത് മൊഡ്യൂൾ 2ൻ്റെ ലാസ്റ്റ് ഹാഫാണ്. എസ് ക്യു എൽ സ്റ്റാർട്ടിങ്, അതിൻ്റെ അത് DDL കമാൻഡ്സ്, അതിൻ്റെ അത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ആകുമ്പോൾ ഒരുവിധം DDL വരാവുന്ന മിക്ക ക്വസ്റ്റ്യൻസും കവേർഡ് ആകും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഈ ഒരു പാറ്റേണിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക. എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഒരു ഡാറ്റാബേസ് സ്കീമ തരും, അതിൻ്റെ അകത്തുനിന്ന് ഒരു 2, 3, 4 ക്വസ്റ്റ്യൻ. ഇവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 8 മാർക്ക്. ഇപ്പോൾ കറക്റ്റ് ഡിവിഷനാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. സോ ഇവിടെ ഒരു എംപ്ലോയി ടേബിൾ തന്നിട്ടുണ്ട്, കമ്പനി ടേബിൾ തന്നിട്ടുണ്ട്. എപ്പോഴും ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും, ഒരു ഫോറിൻ കീ റിലേഷൻ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ എംപ്ലോയി ടേബിളിൽ എംപ്ലോയി ID അത് അവിടുത്തെ പ്രൈമറി കീ ആണ്. നെയിം, ഡെസിഗ്നേഷൻ, സാലറി അത് ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഒരു കമ്പനി ID കൂടിയുണ്ട്. കമ്പനി ID എന്ന് പറയുന്നത് കമ്പനി ടേബിളിലെ ഒരു കീ, ഫോറിൻ കീ ആയിട്ടാണ് വരിക. അപ്പോൾ കമ്പനി ടേബിൾ എന്ന് പറയുന്നത് കമ്പനി ID, കമ്പനി നെയിം, അഡ്രസ്സ്, ടേൺ ഓവർ. അപ്പോൾ ആദ്യം നമ്മൾ കമ്പനി ടേബിൾ വേണം ഉണ്ടാക്കാൻ. കമ്പനി ടേബിളിലുള്ള കമ്പനി ID ആണ് എംപ്ലോയി ടേബിളിലേക്ക് നമ്മൾ റെഫറൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും DDL അതായത് മൊഡ്യൂൾ 2ൻ്റെ 14 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അവിടെ മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്കീമ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. ക്രിയേറ്റ് ടേബിൾസ് ആയിരിക്കും ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ എംപ്ലോയി ടേബിളിൽ കമ്പനി ID എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാവണം. അപ്പോൾ ആദ്യം ഏത് ടേബിൾ എന്നുള്ളത് അധികം ഫോറിൻ കീസ് ഇല്ലാത്ത ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതാണ് എപ്പോഴും സേഫ്. അപ്പോൾ കമ്പനി ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ 2 മാർക്കാണ്, ഒരു വരയ്ക്ക് 2 മാർക്കാണ്. ക്രിയേറ്റ് ദി എബോവ് മെൻഷൻഡ് ടേബിൾ അസ്യൂമിങ് ഈച്ച് കമ്പനി ഹാസ് മെനി എംപ്ലോയീസ്. ഒരു കമ്പനിയിൽ കുറേ എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. മെൻഷൻ ദി പ്രൈമറി കീ, ഫോറിൻ കീ ആൻഡ് നോട്ട് നൾ കൺസ്ട്രെയിൻ. അപ്പോൾ പ്രൈമറി കീ, ഫോറിൻ കീ മാത്രം പോരാ, നോട്ട് നൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ കൂടി വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പനി ടേബിൾ, അതായത് അതിനകത്താണ് ഫോറിൻ കീ ഇല്ലാത്തത്, ഫോറിൻ കീ ഇല്ലാത്ത കമ്പനി ടേബിൾ വേണം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ. ക്രിയേറ്റ് ടേബിളിൻ്റെ സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റ് എപ്പോഴും നിങ്ങൾ എഴുതുമ്പോൾ സിൻടാക്സിലുള്ളതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലും അല്ലാത്തത് സ്മോൾ ലെറ്റേഴ്സിലും എഴുതാൻ നോക്കുക. മിക്കവാറും ടേബിളിൻ്റെ പേരും ചിലർ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ക്വറിയിൽ കംപ്ലീറ്റ് ക്യാപിറ്റലായിരുന്നു ഒരു ടേബിൾ നെയിം കൊടുത്തത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കിയത്തെ എല്ലാ സ്മോൾ ലെറ്ററും. രണ്ടായാലും കുഴപ്പമില്ല, രണ്ടും നല്ല മെത്തേഡാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആട്രിബ്യൂട്ടുകൾക്കെല്ലാം സ്മോൾ ലെറ്ററും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ക്രിയേറ്റ് ടേബിൾ എന്നുള്ളത് അത് 2 കീവേഡാണ്, അത് ഞാൻ ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതിയേക്കുന്നത്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര്, ബ്രാക്കറ്റിൽ നമ്മുടെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് എഴുതുകയാണ്. കമ്പനി ID അത് ഇൻഡിജർ ആണ്, പ്രൈമറി കീ ഇൻഡിജർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു IDനെ വാർക്യാർ ആയിട്ടാണ് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത്. ഇൻഡിജർ ആകണമെങ്കിൽ ഇൻഡിജർ. ഇവിടെ കമ്പനി ID ഇൻഡിജർ ആണെങ്കിൽ അത് റെഫറൻസ് ചെയ്യുന്ന എംപ്ലോയി ടേബിളിൽ റെഫറൻസ് ചെയ്യുന്നിടത്തും ഇൻഡിജർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങൾക്ക് ID എന്ന് പറയുന്നത് ഇൻഡിജർ ആക്കണമെങ്കിൽ ഇൻഡിജർ ആക്കാം, വാർക്യാർ ആക്കണമെങ്കിൽ വാർക്യാർ ആക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. കമ്പനി നെയിം അത് വാർക്യാർ ആണ്, 100. ഇറ്റ് ഇസ് നോട്ട് നൾ. നമ്മുടെ അടുത്ത് നോട്ട് നൾ എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കമ്പനി നെയിം ഒരിക്കലും നള്ളാവാൻ പാടില്ല, പേരില്ലാത്ത കമ്പനി ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അഡ്രസ്സ് വാർക്യാർ കൊടുത്തു. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്ര ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണത്. അപ്പോൾ അത് ഡെസിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അത് ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഒരു പോയിന്റ് വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ എന്നതുകൊണ്ടാണ് ഡെസിമൽ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കൺസേൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് എംപ്ലോയി ടേബിൾ. എംപ്ലോയി ID ഞാൻ പ്രൈമറി കീ കൊടുത്തു, ഇൻഡ് പ്രൈമറി കീ. ഇൻഡ് എന്ന് പറയുന്നതും പ്രൈമറി കീ എന്ന് പറയുന്നതും എല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതി. ID എന്ന് പറയുന്നത് മാത്രമാണ് സ്മോൾ ലെറ്റർ എഴുതി, ബിക്കോസ് ഇതാണ് ആട്രിബ്യൂട്ടിൻ്റെ പേര്. ഇത് എല്ലാം ഇവിടുത്തെ കീവേഡുകളാണ്. നെയിം വാർക്യാർ, നോട്ട് നൾ കൊടുക്കാൻ പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഇവിടെ നോട്ട് നൾ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഡെസിഗ്നേഷൻ വാർക്യാർ, സാലറി ഡെസിമൽ 10,2 10 എത്ര മാക്സിമം 10 നമ്പേഴ്സ് വരെ, 2 ഡെസിമൽ ഡിജിറ്റ്സ് വരെ, പോയിന്റ് വാല്യൂ 2 വരെ വരാം എന്നുള്ളതാണ്
10,2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാലറി നോട്ട് നള്ളായിരിക്കണം. കമ്പനി ID ഇൻഡ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇതിന്റെ സൈഡിൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം ഫോറിൻ കീ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. എല്ലാ ആട്രിബ്യൂട്ടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കൺസ്ട്രെയിൻസ് എല്ലാം കൊടുക്കുക. ഫോറിൻ കീ ഏതാണ്? ഫോറിൻ കീ COMP_ID, കമ്പനി ID എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോറിൻ കീ. അത് എന്തിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്? റെഫറൻസസ് ഏത് ടേബിളിലെ? കമ്പനി എന്ന് പറയുന്ന ടേബിളിലെ കമ്പനി ID-നെ റെഫറൻസ് ചെയ്യും. സോ കഴിഞ്ഞു എന്ന് കാണിക്കാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇത് സിൻടാക്സ് വളരെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. എന്തൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, സിൻടാക്സ് കറക്റ്റ് ആയിട്ട് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് values into both table, mention in which order insertion can be carried out. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനില്ല, നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഇൻസേർട്ടിന്റെ ക്വറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വറിയാണ്. ഇൻസേർട്ട് ഇൻ ടു ടേബിളിന്റെ പേര് വാല്യൂസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻസേർട്ട് ഇൻ ടുവിന്റെ തന്നെ ആട്രിബ്യൂട്ടുകളുടെ എല്ലാത്തിൻ്റെയും പേര് ഇങ്ങനെ ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി ബ്രാക്കറ്റിൽ എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും പേര് വാല്യൂസ് എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല, മെൻഷൻ ഇൻ വിച്ച് ഓർഡർ ഇൻസേർഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഓർഡറിലാണ് ഇൻസേർഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിന് ഈ പറഞ്ഞ രണ്ട് രീതിക്ക് നമുക്ക് ഇതിനെ എടുക്കാം. ഒന്ന്, നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസേർഷൻസ് ഏതൊക്കെയാണ് എന്തായിരിക്കാം നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് വാല്യൂസ് എന്ന് പറഞ്ഞ് നേരിട്ട് കൊടുക്കുന്നതാണോ, അതോ ഇതുപോലെ ആട്രിബ്യൂട്ടുകളുടെ പേരെടുത്ത് പറഞ്ഞ് കൊടുക്കുന്നതാണോ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസേർഷൻ, മൾട്ടിപ്പിൾ റോ ഇൻസേർഷൻ പോലെ ഇൻസേർട്ട് ഇൻ ടു കമ്പനി എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് പറഞ്ഞ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റോസിനെ ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസേർഷൻ ആണോ? ഒന്നും ഇങ്ങനെ ആയിരിക്കാം അതിനെ അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഇൻസേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും കമ്പനി ടേബിളിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എംപ്ലോയി ടേബിളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു കമ്പനി ഇല്ലാതെ, അതായത് ഒരു ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കമ്പനി ഇല്ലാതെ ഗൂഗിളിൽ ഒരു എംപ്ലോയി ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ടും ആദ്യം കമ്പനി ടേബിളിലായിരിക്കും വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് എംപ്ലോയി ടേബിളിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഏതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് ക്ലിയർ ആയില്ല. അപ്പം രണ്ടും ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസേർഷൻസ് ഏതൊക്കെയാണെന്നും കൂടി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇവർ ഉദ്ദേശിച്ചേക്കുന്നത് ഓർഡർ ഓഫ് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം കമ്പനി, ബിക്കോസ് കമ്പനി ഇല്ലാതെ നമുക്ക് എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഒരു ഫോറിൻ കീ വന്നതുകൊണ്ട് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഗൂഗിളിൽ ഒരു എംപ്ലോയിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യം കമ്പനി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എംപ്ലോയിയിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്യുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഇത് തന്നെ, അതായത് കമ്പനി ആദ്യം, അത് കഴിഞ്ഞ് എംപ്ലോയി എന്നുള്ളത് എഴുതുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസേർഷൻ കൂടി നിങ്ങൾ ഒരു 2-3 ഇൻസേർഷൻസും കൂടെ കൂടിയിട്ട്, ഇൻസേർഷൻ്റെ ക്വറിയും കൂടെ കൂടിയിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിന് മാർക്ക്, ഇനിയിപ്പോൾ മറ്റേതാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ രണ്ടിനും മാർക്ക് കിട്ടുന്ന രീതിക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു 4 ഇൻസേർഷൻ എഴുതുക. 4 ഇൻസേർഷൻ 4 രീതിക്കുള്ള ഇൻസേർഷൻസ് ആയിട്ട് ഒന്ന് വാല്യൂസ് വെച്ചിട്ട് നേരിട്ട്. ഈ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ടിലും നമ്മൾ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇനി അതല്ലാണ്ട് എനിക്ക് സ്പെസിഫിക് കോളംസിൽ മാത്രം വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഏതൊക്കെ കോളാണെന്നുള്ള പേരുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി മൾട്ടിപ്പിൾ റോ ഇൻസേർഷൻ നമുക്ക് പോസിബിൾ ആണ്. അതായത് കോമ ഇട്ട്, അതായത് ഒരു സെറ്റ് വാല്യൂവിനെ നമ്മൾ ബ്രാക്കറ്റിലിടുക, കോമ ഇടുക, അങ്ങനെ നമുക്ക് എത്ര റോ വേണമെങ്കിലും ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരു അനദർ ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്ന, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 3 ടൈപ്പ് ഇൻസേർഷൻ എങ്കിലും നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എഴുതുക. ബിക്കോസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതിന് മാർക്ക് ഒരിക്കലും കളയാതിരിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വറീസ് ആണ് ക്രിയേറ്റ് ടേബിളും ഇൻസേർട്ട് ഇൻ ടു. അപ്പൊ അതുകൊണ്ട് അതിന്റെ സിൻടാക്സുകൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഇൻസേർട്ട് ഇൻ ടു INTO, ടേബിളിന്റെ പേര്, പിന്നെ വാല്യൂസ് VALUES അങ്ങനെ തന്നെ എഴുതണം. ബ്രാക്കറ്റിൽ അതിന്റെ വാല്യൂസ്. ഇതാണ് ഇതിന്റെ സിൻടാക്സ്, അത് മറക്കാതിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മോഡിഫൈ ദ ടേബിൾ എംപ്ലോയി ടു ഇൻക്ലൂഡ് ന്യൂ കോളം ഇയർ ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ നമ്മളോട് പുതിയ ഒരു കോളം ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോളം ആഡ് ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓൾട്ടർ ടേബിൾ ആണ് ചെയ്യുക. ഓൾട്ടർ ടേബിൾ സിൻടാക്സ് ആണ്. ടേബിളിന്റെ പേര് എംപ്ലോയി. പുതിയ കോളം ആഡ് ചെയ്യാനാണ് ആഡ് എന്ന് തന്നെയാണ് സിൻടാക്സ്. ഇയർ ഓഫ് എക്സ്പീരിയൻസ്, അതിന്റെ ടൈപ്പ് ഏതാണ്? ഇൻറ്റ്. ഇതാണ്
ഇതിൻ്റെ ടേബിൾ. ഈ ഓൾട്ടർ ടേബിളിൻ്റെ തന്നെ ആഡ് അല്ലാതെ കളയാനുണ്ട്, ഡിലീറ്റ്, പിന്നെ ഇതിൻ്റെ ഓൾട്ടർ ടേബിളിൻ്റെ വേറെയും കുറേ സിൻടാക്സുകളുണ്ട്. നമുക്കത് വേറൊരു ഇതിൽ നോക്കാം. വേറൊരു ഇത് ക്വസ്റ്റ്യൻ കൂടി എടുത്തിട്ട് ഓൾട്ടറിൻ്റെ വേറെ വരുന്നതുണ്ടോ എന്ന് നോക്കാം ഞാൻ. അപ്പോൾ ഓൾട്ടർ ടേബിൾ നിങ്ങൾ തിയറിറ്റിക്കലി ഒന്നുകൂടി നോക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഓൾട്ടർ ടേബിൾ വെച്ചിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ. എന്തായാലും DDL ആ കൂടി ചോദിക്കാനുള്ളത് ഒന്ന് ക്രിയേറ്റ് ടേബിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇൻസേർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ഓൾട്ടർ, ഒരു അപ്ഡേറ്റ്. ഇതാണ് സ്ഥിരമായിട്ട്. പിന്നെ ഡിലീറ്റും ചോദിക്കാം. ഓൾട്ടറും ഡിലീറ്റും അപ്ഡേറ്റും നോക്കിയിട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രിമെന്റ് ദി സാലറി ഓഫ് എംപ്ലോയീസ് ഹൂസ് സാലറി ഈസ് ലെസ് ദാൻ 25,000 by 5%. അതായത് 25,000 താഴെ സാലറി ഉള്ള എല്ലാവർക്കും ഒരു 5% ഇൻക്രിമെന്റ് കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതായത് ആ ഒരു ടേബിളിൻ്റെ അകത്തെ വാല്യൂസിൽ ചില വാല്യൂസിനെ മാത്രം എടുക്കുക, അവർക്ക് മാത്രം ഒരു ചേഞ്ച് വരുത്തുക. അതിനെ നമ്മൾ പറയുന്നത് അപ്ഡേറ്റ് എന്നാണ് പറയുക. സോ അപ്ഡേറ്റ് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ടേബിൾ എംപ്ലോയി ഇല്ല, അപ്ഡേറ്റ് എംപ്ലോയി എന്നേ ഉള്ളൂ. നിങ്ങൾ സിൻടാക്സ് ക്ലിയർ ആയിട്ട് പഠിക്കണം. ബാക്കി ഇൻസേർട്ടിന് ഇൻസേർട്ട് ഇൻടു എന്നേ ഉള്ളൂ, ഇൻസേർട്ട് ടേബിൾ എന്നില്ല. ക്രിയേറ്റ് ടേബിൾ എന്നാണ് ക്രിയേറ്റിന്റെ സിൻടാക്സ്. പിന്നെ ഓൾട്ടറിന് ഓൾട്ടർ ടേബിൾ എന്നുണ്ട്, അപ്ഡേറ്റിന് അപ്ഡേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ എടുത്ത് പറയണം. അപ്പൊ അതുകൊണ്ട് ടേബിൾ എന്നുണ്ട്, ക്രിയേറ്റ് ടേബിൾ എന്നുണ്ട്. ഇൻസേർട്ട് എന്നുള്ളിടത്ത് ഇൻസേർട്ട് ഇൻടു എന്നാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂവിനെ, ഒരു റോ ഇൻസേർട്ട് ചെയ്യാനാണ്. റോയിനെ വരുമ്പോൾ അവിടെ നമ്മൾ പേര്, നമ്മൾ ആ ഇതിന്റെ ടേബിൾ എന്ന് പറയുന്ന സാധനം എടുത്ത് പറയണ്ട. ഇൻസേർട്ട് ഇൻടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ടേബിൾ എന്ന് പറയുന്നത് എടുത്ത് പറയണ്ട. പക്ഷെ ഓൾട്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ അത് എന്ത് സാധനത്തിനാണ് ഓൾട്ടർ ചെയ്യേണ്ടത്, ആ ടേബിളിന്റെ സ്ട്രക്ചറിനെ മാറ്റുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ടേബിൾ എന്ന് എടുത്ത് പറഞ്ഞു. ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോയിനെ മാറ്റുകയാണ്. അപ്പൊ റോയിലേക്കാണ്, ഇൻസേർഷൻ്റെ അകത്തും അപ്ഡേഷൻ്റെ അകത്തും റോയിനെയാണ്, ഇതൊരു റോയിൻ്റെ അകത്തുള്ള ഒരു വാല്യൂവിനെയാണ് നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ ടേബിൾ എന്ന് പറയുന്ന ആ കീവേഡ് യൂസ് ചെയ്യുന്നില്ല. അതേസമയം ഒരു ടേബിൾ സ്ട്രക്ചറിനെ മാറ്റുന്നത് കൊണ്ട് നമ്മൾ എന്ത് ഓൾട്ടറിലും ക്രിയേറ്റിലും ടേബിൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പം അപ്ഡേറ്റ് ടേബിളിന്റെ പേര്, അപ്ഡേറ്റ് ടേബിൾ നെയിം ഇല്ല, അപ്ഡേറ്റ് ടേബിളിന്റെ പേര് എംപ്ലോയി, അപ്ഡേറ്റ് എംപ്ലോയി. പിന്നെ ഉള്ള സെറ്റ് എന്താണ് ചെയ്യേണ്ടത്, അതാണ് സെറ്റ് സാലറി ഈസ് ഈക്വൽ ടു സാലറി ഇൻറ്റു 1.05. ഇത് 5% ഇൻക്രിമെന്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ നമ്മൾ 5% എന്നുള്ളത് 1/5 എന്നുള്ളത് ഇതാക്കി വെച്ചിരിക്കുന്നതാണ്, 1.05 ആക്കി വെച്ചിരിക്കുന്നതാണ്. വെയർ സാലറി ഈസ് ലെസ് ദാൻ 25,000. അപ്പൊ 25,000 താഴെ സാലറി ഉള്ള എല്ലാവരുടെയും സാലറിയിൽ ഈ ഒരു ചേഞ്ച് അപ്ഡേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, 8 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. എപ്പോഴും ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ക്രിയേറ്റ്, ഒരു ഇൻസേർട്ട്, ആ രണ്ടെണ്ണത്തിന്റെ ഒരു 4 മാർക്ക് ഒരിക്കലും കളയില്ല നിങ്ങൾ ഉറപ്പിക്കുക. പിന്നെ ഒരു മോഡിഫൈ, ഒരു മിക്കവാറും ഒരു കൺസ്ട്രെയിൻ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓൾട്ടർ ടേബിളിന്റെ സിൻടാക്സ് പഠിച്ചു വെക്കുക. പിന്നെ മിക്കവാറും ഒരു അപ്ഡേറ്റ് ക്വറിയും ആയിരിക്കും. അങ്ങനെയാണ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചേക്കുന്നത്. Hope you have understood this. Hope you have benefited from this. Thank you.